ഒരാളൊന്നും ഉണ്ടാക്കിയ ഭക്ഷണത്തിന് അത് കാണാനില്ല. ഞാൻ എപ്പോഴും ഓടിയാന്ന് പറയാം കൂടാ. അപ്പോ എന്റെ കൂടെ അങ്ങോട്ട് വന്നാൽ ഇതൊന്നും തരാവില്ല. നീ എണീറ്റിലൊക്കെ നോക്കട്ടെ. നിങ്ങളുടെ എണീക്കോ ഇപ്പൊ തന്നെ ഓയിലിട്ട് വെച്ചത് ഇതിനൊക്കെ കാട്ടിലേക്ക് കെട്ടിയിട്ടാൽ തവത്താൽ വെച്ചു വെച്ചേ. അതിന്റെ ഉള്ളിലേക്ക് കൂട്ടാൻ ഒഴിച്ച് ഇതെന്താ ഈ കുണ്ടപാത്രത്തില് കഴുകി വെക്കാൻ ഞാൻ തന്നെ വേണ്ടേ? അല്ല, ഈ കുണ്ടപാത്രം എത്ര ഉണ്ടായാലും അറിയാം. മൂവായിട്ടായിരിക്കും ഉച്ചയ്ക്ക് ഉണ്ടായിരിക്കുമ്പോൾ മൂന്നാളും ഉണ്ടാകുന്നില്ല. കളയാൻ പറ്റുമോ? അവിടെ ഇത് വരും. 2.5 മണിക്കൂർ ഓടി കഴിഞ്ഞാൽ ഈ മുണ്ടിന്റെ കുത്തൊന്നും ഇതഴിച്ചാൽ അത്രയും എന്നെ പിന്നെ ചേർത്താം. ഞാൻ സദ്യക്കൊക്കെ പോലെ അങ്ങനെയല്ല. 2 പേർക്ക് വേണ്ടാ വിളമ്പിണ്ടല്ലോ. ഞാൻ വിസ്തരിക്കണല്ലോ. എവിടെ പോയാലും ഒരു വിഭവത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തിട്ടാ പോവാറ്. ആ നാട്ടുകാരും പിന്നെ അത് കൂട്ടാറില്ലാന്നാണ് ഞാൻ കേട്ടത്. മഴ വന്നിട്ട് ഒന്നും പറയാണ്ട് പോയി. അങ്ങനെ വേണ്ടില്ല. വലിയ പരിഭോഗിയോ നീ എന്നാലും അവിടെ വന്നിട്ട് എന്റെ അവിടെ വന്നിട്ടൊന്നും പറയാണ്ട് പോയി. ഉണ്ടായിരിക്കണം ഭരണ വഴിയൊക്കെ അലങ്കരിക്കണം. അവർ വരുമ്പോ വാതിലടിച്ച് കൂട്ടിയിട്ടാതൊക്കെയാ. ഞങ്ങളിവിടെ മുഴുവൻ പൊട്ടം കളി ഇരുന്നത്. ഇവിടെ ഉണ്ടാവും ആള്, അവിടെ ഉണ്ടാവും ആളുണ്ടാവോ ആവോ എന്നൊക്കെ ഭരണ വഴിയൊക്കെ അലങ്കരിക്കണം. കേൾക്കുന്നുണ്ടോ? എന്റെ കാര്യം നോക്കി ഇരുന്നാൽ പോലെ കൊലവാരെയും കൊലത്തേക്ക് നിങ്ങൾ വരും. തിരിച്ചോണ്ട് ഞാൻ വരുന്ന പോലെ വൈകി ഇടയ്ക്ക് ഓടിയൊന്ന് കയറിയ ചവിട്ടിയായിരിക്കും ഞാൻ പറയുക. തൊഴിലിന്റെ കാര്യമില്ല. പറ്റില്ലെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റില്ല. എന്ത് പറയണോ? എനിക്ക് ഒരുപാട് കാലം സംശയം ഉണ്ടായിരുന്നു. ഭാഗവത രസത്തൊക്കെ പരിപാടിയില്ലാത്ത സമയത്ത് ഞാൻ ഓടി പോകാറുണ്ട്. പക്ഷെ എവിടെയും രാധ എന്ന് വായിച്ചു കേട്ടില്ലേ? പ്രഭാഷണം പറയുമ്പോൾ പറയാറുണ്ടെങ്കിലും ആ നാമം കേൾക്കാണ്ട് വന്നപ്പോൾ ഞാൻ ഭഗവാനൊരു കത്ത് എഴുതി. പ്രിയ കൃഷ്ണൻ ഒരു കത്ത്. എന്തേ ഭഗവാൻ രാധ ഉപേക്ഷിച്ചോ? ഇത്ര ഇഷ്ടമല്ലേ? എന്നിട്ട് അങ്ങനെ വിവാഹേ കഴിച്ചില്ലേ? അങ്ങനെയുണ്ടോ? 16,102 കൃഷ്ണ. എന്നിട്ട് എന്തേ രാധ ഉപേക്ഷിച്ചത്? കത്ത് എഴുതി സാക്ഷാൽ വൃന്ദാവനത്തിൽ കൊണ്ടുപോയി കൊടുത്തു. നിങ്ങളൊരു നാട്ടുകാരാണ്. അപ്പോൾ ആ സ്നേഹം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നാളെ അദ്ദേഹം ചാക്യാർകൂത്തിൽ മാത്രമല്ല പ്രഗത്ഭനായിട്ടുള്ളത്. അദ്ദേഹം ഭാഗവത സത്രങ്ങളിലെല്ലാം വളരെ നല്ലൊരു പ്രഭാഷകൻ കൂടിയാണ്, ആധ്യാത്മിക. അപ്പം അദ്ദേഹത്തിൻ്റെ നമ്മളുടെ ഭാഗ്യമെന്ന് പറയാം. അദ്ദേഹം നാളെ ഇവിടെയുണ്ട്. നാളെ വൈകിട്ട് 7 മണിക്ക് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക